ഇടുക്കി ഏലപ്പാറ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്കും ജീവനക്കാർക്കും ഉപയോഗിക്കാൻ വെള്ളം എത്തിച്ചിരുന്നത് മാലിന്യം കലർന്ന കുളത്തിൽ നിന്ന്. ആശുപത്രിയിലെ ടാങ്കിൽ ഇന്നലെ എത്തിയത് കുളത്തിലെ പെയിന്റ് കലർന്ന ജലം. സമീപത്തെ കെട്ടിടത്തിന്റെ മാലിന്യ ടാങ്കിൽ നിന്നുമാണ് മാലിന്യം കിണറ്റിലേക്ക് ഒലിച്ചിറങ്ങിയതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പോലീസിൽ പരാതി നൽകി. ഏലപ്പാറ ടൗണിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ള ആവശ്യത്തിനായാണ് ഗ്രാമപഞ്ചായത്ത് കുളം നിർമ്മിച്ചത്. ഇന്നലെ വെള്ളം പമ്പ് ചെയ്തപ്പോൾ വെള്ളത്തിലുണ്ടായ നിറമാറ്റം ആളുകൾ ശ്രദ്ധിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിണറ്റിലെ വെള്ളത്തിൽ നീല നിറം വ്യാപിച്ചത് കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കിണറിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം പെയിന്റിംഗ് ജോലികൾ നടന്നിരുന്നു. ഇതിനുശേഷം കെട്ടിടത്തിലെ ശുചിമുറിയിൽ നിന്നും ഒഴുക്കിവിട്ട വെള്ളമാണ് കിണറ്റിൽ കലർന്നത് എന്നാണ് കണ്ടെത്തൽ. ഈ കിണറ്റിലെ വെള്ളം ഇപ്പോൾ ഇന്ന് രാവിലെ കാണുമ്പോഴത്തേക്ക് ഒരു നീല കളറിലാണ് ഈ കിണറിൻ്റെ വെള്ളം ഉണ്ടാകുന്നത്. അതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പെയിൻറ്റിങ് പരിപാടി നടക്കുന്നുണ്ട്. ആ പെയിൻറ്റിങ്ങിന് ഇന്നലെ വൈകിട്ട് അവർ പെയിൻ്റ് എല്ലാം കൂടെ ബാത്റൂമിൽ പോയി കഴുകി പെയിൻറ്റ് ടിന്നെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ആ വെള്ളം വന്ന് കയറിയേക്കുന്നതാണ് ഈ കിണറ്റിൽ എന്ന് അവരും പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലങ്ങളായിട്ട് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രിയിലുള്ള വരുന്ന രോഗികൾ മുഴുവൻ ഈ മലിനജലമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ വീടുകളിലേക്കും ആശുപത്രിയിലേക്കും കുടിവെള്ള ആവശ്യത്തിനായി ഈ കിണറ്റിൽ നിന്നുമാണ് ജലം എടുത്തിരുന്നത്. കുളത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിലെ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി വെള്ളത്തിൽ കലർന്നിട്ടുണ്ടാകാമെന്ന സംശയമാണ് നിലവിലുള്ളത്. മാലിന്യ ടാങ്കിൽ നിന്നും പെയിന്റ് കലർന്ന വെള്ളം ഒലിച്ചിറങ്ങിയത് കൊണ്ട് മാത്രമാണ് വിവരം പുറത്തറിഞ്ഞതും. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി. ജനം, ഇടുക്കി.